അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നത് നമ്മളെ സാധാരണ ഒരു വീഡിയോ പോലെ ചെയ്യാനല്ല വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ജസിയ ആഷിഖ് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ. ആ കുട്ടിക്ക് ഇപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. എന്താ വെച്ചെങ്കിൽ ആദ്യം 3 മാസം കല്യാണം കഴിഞ്ഞിട്ട് വെറും 3 മാസമാണ് അവർ ജീവിച്ചിരുന്നത്. അച്ഛനൊന്നും 3 മാസമാണ് അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ആ കുട്ടിക്ക് മജ്ജ മാറ്റി വയ്ക്കേണ്ടി വന്നു. പിന്നെ അത് ലെൻസിലേക്ക് കയറി. ക്യാൻസറാണ് രോഗം. ക്യാൻസർ എന്ന ആ ഒരു വലിയൊരു സംഭവം അതിനെ പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വീഡിയോ അവർ ഇട്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വയ്ക്കാം, അവരുടെ ചാനൽ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നവർ, എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് കാണുന്നവർ, നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും അവരെ ഒന്ന് സഹായിക്കണം. പറ്റുന്ന ആൾക്കാർ മാത്രം കേട്ടോ. എല്ലാവരും ഞാൻ പറയണില്ല, എല്ലാവർക്കും ഇപ്പം എന്നെക്കൊണ്ട് സാധിക്കില്ല. എന്നെക്കൊണ്ട് അപ്പം ഇങ്ങനെ ഒരു സഹായം ചെയ്യാനേ പറ്റുള്ളൂ. ഒരു 10 പേര് കണ്ടെങ്കിൽ ഒരാളെങ്കിലും ഒന്ന് സഹായിക്കൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഒന്ന് സഹായിക്കണം. ഞാൻ അവരുടെ വീഡിയോയുടെ ഞാൻ 2 ദിവസമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു തുടങ്ങിയിട്ട് എനിക്ക് എൻ്റെ അമ്മായിയാണ് അവരുടെ ലിങ്ക് അയച്ചു തന്നത്. ഞാൻ അന്ന് മുതലാണ് ആ ഒരു വീഡിയോ കാണാൻ തുടങ്ങിയത്. ഇന്നലെ മിഞ്ഞാന്നാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഭയങ്കര അധികം പറഞ്ഞിട്ട് ആ പെൺകുട്ടി കരഞ്ഞ് പറയുന്നുണ്ട്. 6 ദിവസം വെന്റിലേറ്ററിലായിരുന്നു അത്ര. ഇപ്പോൾ അത് ICUലേക്ക് മാറ്റിയിട്ടുള്ളൂ. ഇനി ചികിത്സയ്ക്ക് പണമില്ല, എനിക്ക് എങ്ങനെയും ജീവിക്കണം, എനിക്ക് പഴയതുപോലെ വരണം, നിങ്ങളെല്ലാവരും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട്. അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല കേട്ടോ, സഹിക്കാൻ പറ്റില്ല. ഒരു മനസ്സുള്ള ആൾക്കാർക്കൊന്നും അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കും ജീവിക്കാനുള്ള ഒരു കൊതി കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രേ ആയിട്ടുള്ളൂ. എന്താ പറയുക, ഭർത്താവാണെങ്കിൽ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. കിഡ്നി വരെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കണം. പക്ഷെ പൈസ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇങ്ങനൊരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ പൈസയുടെ കുറവ് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ട ഗൂഗിൾ പേ നമ്പറൊക്കെ അവരതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, എനിക്ക് ഒന്നും കൊടുക്കാനില്ല, നമ്മുടെ കയ്യിലൊന്നും കൊടുക്കാനില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവർ അവരുടെ ചാനൽ കണ്ടോളണമെന്നില്ലല്ലോ. അപ്പോൾ കാണുന്നവർ 100 രൂപയെങ്കിൽ 100 രൂപ 10 ആൾ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപയായല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. പറ്റുന്നുള്ളവർ ഒന്ന് ആ കുട്ടീനെ സഹായിക്കണം. അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കാം. അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്യാം. നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അതിന് മുന്നേ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും കണ്ടു നോക്കിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിലാണ് ഗൂഗിൾ പേ നമ്പറൊക്കെ ഉള്ളത്. നമ്മുടെ ചാനലിലൊന്നും ഞാനത് ചെയ്തിട്ടില്ല. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ കുട്ടീനെ സഹായിക്കണം, അത്ര പറയാനുള്ളൂ. അപ്പോൾ നാളെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.